ഹായ് ഓൾ. ഒരുപാട് പേര് ജോസ കൗൺസിലിങ്ങിൻ്റെ IIT JEE എക്സാം കഴിഞ്ഞിട്ടുള്ള കൗൺസിലിങ്ങിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള എൻട്രൻസ് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലോട്ടുള്ള അഡ്മിഷൻ്റെ ഭാഗമായിട്ട് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതേപോലെ തന്നെ എന്താണ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും ഒക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അപ്പം ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഫസ്റ്റ്. ഞാൻ ഫവാസ്. ഞാൻ IIT മദ്രാസിൽ നിന്ന് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞു. 2015 പാസ് ഔട്ടാണ്. അതിനുശേഷം 2 വർഷം ഞാൻ നേവൽ ആർക്കിടെക്റ്റ് ആയിട്ട് മുംബൈയിലെ ഒരു പ്രൈവറ്റ് ഡിസൈൻ കൺസൾട്ടൻസി ഫേമിൽ വർക്ക് ചെയ്തു. ഓക്കെ, സോ എന്താണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്? നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് മേജർലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ, അതായത് മറൈൻ വെസൽസിൻ്റെ, മറൈനിലെ ഷിപ്സ്, ബോട്ട്സ്, സബ്മറൈൻസ് തുടങ്ങിയ മറൈൻ വെസൽസിൻ്റെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ്. ഇതാണ് മേജർലി നേവൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗം മേജർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ് അല്ലേ. ദർ ആർ മൾട്ടിപ്പിൾ അതർ ഓഫ് ഷോർ സ്ട്രക്ചർ. എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് ഓഫ് ഷോർ ആയിട്ടുള്ള ഓയിൽ റിഗ്സ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓഫ് ഷോർ ഓയിൽ റിഗ്സ്. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു മേഖല കൂടെ ഉണ്ട്. അതാണ് ഓഫ് ഷോർ ആയിട്ടുള്ള ഓഷ്യൻ എഞ്ചിനീയറിംഗ് പാർട്ടിൽ മേജർലി കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോഴ്സസ് വിച്ച് ഹാസ് ബീൻ ടോട്ട്, റൈറ്റ്? എന്തൊക്കെ കോഴ്സുകളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗിൽ? അപ്പം ഫസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്, ഒരു മേഖല ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് ഷിപ്പ് ഡിസൈൻ കോഴ്സുകൾ. അപ്പോൾ ഷിപ്പിൻ്റെ ഡിസൈൻ, മറൈൻ വെസൽസിൻ്റെ, അതായത് ഷിപ്സ്, ബോട്ട്സ്, സബ്മറൈൻസ് തുടങ്ങിയ മറൈൻ വെസൽസിൻ്റെ ഡിസൈൻ, അതാണ് പഠിപ്പിക്കുന്നത്. മേജർലി ഇത് സ്ട്രക്ചറലി, അതായത് ഒരു ഷിപ്പിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിനെ കുറിച്ചുള്ള ഒരു കോഴ്സുകളാണ് മേജർലി ഇതുള്ളത്. പിന്നുള്ളത് ഷിപ്പ് ഹൈഡ്രോഡൈനാമിക്സ്. ഷിപ്പ് ഹൈഡ്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യൻ്റെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എങ്ങനെയാണ് ഷിപ്പിൻ്റെ ഓപ്പറേഷൻസിനെ ബാധിക്കുന്നത് അല്ലേ. ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓഷ്യനിലൂടെ അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലൂടെ മൂവ് ചെയ്യുന്നതായതുകൊണ്ട് ആ ഫ്ലൂയിഡിൻ്റെ ഡൈനാമിക്സ് എങ്ങനെയാണ് ഷിപ്പിൻ്റെ മോഷനെ, അതിൻ്റെ സ്റ്റെബിലിറ്റിയെ എന്നൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഹൈഡ്രോഡൈനാമിക്സ് കോഴ്സിൽ പഠിക്കുന്നത്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, റെസിസ്റ്റൻസ് ആൻഡ് പ്രൊപ്പൾഷൻ, അതെ, ഷിപ്പിന് റെസിസ്റ്റൻസ് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊപ്പൾഷൻ സിസ്റ്റം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് എൻജിൻസ് ആണ് വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കോഴ്സുകളാണ് റെസിസ്റ്റൻസ് ആൻഡ് പ്രൊപ്പൾഷൻ. പിന്നെ സ്റ്റെബിലിറ്റി ആൻഡ് മനൂവറിങ്. അപ്പോൾ ഓരോ ഷിപ്പിനും, അതായത് ഷിപ്പ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഷിപ്പിൻ്റെ അല്ലേ, ഒരുപാട് മൂവീസിലൊക്കെ നിങ്ങൾ ഷിപ്പ് മറിയുന്നതും കാറ്റടിച്ച് ഷിപ്പ് മറിയുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും, ടൈറ്റാനിക് പോലുള്ള സംഭവങ്ങൾ. അപ്പോൾ ആ ഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റി, അത് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഷിപ്പിന് സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി? ചെറിയ പരിക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഷിപ്പിനെ എന്ത് ചെയ്യാം, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഷിപ്പിൻ്റെ ഡിസൈനിൽ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു പാർട്ടാണ് സ്റ്റെബിലിറ്റി ആൻഡ് മനൂവറിങ്. പിന്നെ അതുപോലെ തന്നെ ഓഷ്യനോഗ്രഫിയിൽ ഓഷ്യൻ്റെ, അതായത് ഓഷ്യൻ്റെ സ്ട്രക്ചർ, അതായത് അതിൻ്റെ മറൈൻ ലൈഫിനെ കുറിച്ച് പഠിക്കും, വേവ്സിനെ കുറിച്ച് പഠിക്കും, കറൻസിനെ കുറിച്ച് പഠിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു പോർഷനാണ് ഓഷ്യനോഗ്രഫി. ദെൻ മറൈൻ ഇൻസ്ട്രുമെൻറ്റേഷൻ, സ്ട്രക്ചറൽ അനാലിസിസ്, മെറ്റീരിയൽ സയൻസ് അല്ലേ. ഷിപ്പിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചും അതേപോലെ മറൈൻ ആയിട്ടുള്ള ഓഫ് ഷോർ ആയിട്ടുള്ള ഓരോ സ്ട്രക്ചറിലും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ എന്തൊക്കെ കൊറോഷനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും ഡെപ്ത് ആയിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് കോഴ്സുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചറൽ അനാലിസിസ് കോഴ്സുകളും ഉണ്ട്. പിന്നെ എവിടേക്കാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉള്ളത്? 2 IITകളിലാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് BTech ഉള്ളത്. ഒന്ന് IIT മദ്രാസിലാണ്. IIT മദ്രാസിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആണ്. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് IIT ഖരഗ്പൂരിലാണ്. IIT ഖരഗ്പൂരിൽ ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചർ ആണ് കോഴ്സ്. അവിടെ BTech ഉണ്ട്, ഡുവൽ ഡിഗ്രിയും ഉണ്ട്. പിന്നെ IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, അതിലാണ് പിന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉള്ളത്. പിന്നെ അമറ്റോ, ടൊലാനി മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന 2 പ്രൈവറ്റ് സ്ഥാപനത്തിലും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സുകളും ഉണ്ട്. പിന്നെ കേരളത്തിൽ 2 സ്ഥാപനങ്ങളിലാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ 2 കോളേജുകളിലാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സുകൾ ഉള്ളത്.
ഒന്ന് ക്യുസാറ്റ് ആണ് അല്ലെ, കൊച്ചിയിലുള്ള ക്യുസാറ്റിലാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉള്ളത്. ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കോറിൽ, അതായത് കോറായിട്ട് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് തന്നെ തുടർന്ന് ജോലി ചെയ്യാനും പഠന സാധ്യതയ്ക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ക്യുസാറ്റ്. അതുപോലെ തന്നെ SN ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊച്ചി. ഇവിടെയാണ് കേരളത്തിലെ ഈ രണ്ട് സ്ഥാപനങ്ങളിലാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഉള്ളത്. പിന്നെ ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് നമുക്ക് ജോലി സാധ്യതകൾ, നമ്മൾ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ജോലി സാധ്യതകളുള്ളത്? ഒന്ന് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് ആണ് അല്ലേ. നമ്മളെ കേരളത്തിലുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലെ ഷിപ്പ് യാർഡുകളിലാണ് അല്ലേ. അതാണ് വൺ ഓഫ് ദ ഒരു ഇൻഡസ്ട്രി അതാണ്. പിന്നെ ഓഫ് ഷോർ എനർജി, ഈ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഓഫ് ഷോർ റിഗ്സ് അതുപോലത്തുള്ള അതിൻ്റെ ഡിസൈനും കാര്യങ്ങളുമായിട്ടും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി സാധ്യതകളുണ്ട്. പിന്നെ ഡിഫൻസ്, DRDA പോലെയുള്ള ഡിഫൻസ് സ്ഥാപനങ്ങളിൽ സബ്മറൈൻ ഡിസൈൻസ്, അതുപോലെ തന്നെ മറ്റുള്ള കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്സിന്റെ ഡിസൈൻ, ഇതുപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സിലും നേവിയുമായിട്ട് റിലേറ്റഡ് ആയ ഒരുപാട് പ്രോജക്ട്സിലും എന്തുണ്ട്, നേവൽ ആർക്കിടെക്ചറിന് സാധ്യതകളുണ്ട്. പിന്നെ മാരിടൈം സർവേ, നേരത്തെ പറഞ്ഞ പോലെ ഓഷ്യനെ കുറിച്ചുള്ള സർവേസും കാര്യങ്ങളും ഒക്കെ എന്തുണ്ട്, നേവൽ ആർക്കിടെക്ചർ ഓഷ്യൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് മേജർ കമ്പനീസ്, ഓപ്പർച്യൂണിറ്റി ഉള്ള ഏതൊക്കെ ടോപ്പ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷിപ്പ് യാർഡ്സ് ഇൻ ഇന്ത്യ അല്ലേ. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഷിപ്പ് ഡിസൈൻ അതുപോലെ തന്നെ ഷിപ്പ് മെയിൻ്റനൻസ്, ഈ പറയുന്ന എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെക്നിപ്പ്, LNT ഷിപ്പ് ബിൽഡിംഗ്, അതുപോലെ തന്നെ മസഗോൺ ഡോക്സ്, ഷിപ്പ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ എന്തുണ്ട്, ജോലി സാധ്യതകളുണ്ട് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർ. പിന്നെ ഏകദേശമുള്ള സാലറി റേഞ്ച്, ഇത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ IIT-യിലെ മീഡിയൻ സാലറി കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് പ്രകാരം 17 ലക്ഷമാണ് മീഡിയൻ സാലറി. പക്ഷേ ഇതിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് IIT പോലുള്ള സ്ഥാപനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ കമ്പനീസിന് പുറമെ നോൺ കോർ ആയിട്ടുള്ള, അതായത് കോർ നേവൽ ആർക്കിടെക്ചർ അല്ലാതെ ഫൈനാൻസ്, സോഫ്റ്റ്വെയർ തുടങ്ങിയ സ്ഥാപനങ്ങളിലോട്ടും അങ്ങനത്തെ ജോലികളിലോട്ടും എന്തുണ്ട്, നേവൽ ആർക്കിടെക്ചർ പഠിച്ചാലും IIT പോലത്തെ സ്ഥാപനങ്ങളിൽ എന്തിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് അതിൻ്റെ ആ ഒരു പാക്കേജും കൂടി ചിലപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആകും. അതുകൊണ്ടാണ് ഈ 17 LPA ജനറലി ഓൺ ആൻ ആവറേജ് ഇറ്റ് വിൽ ബി 8 to 15 lakhs. അതാണ് ഒരു നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു സാലറി. ഇപ്പോൾ എൻട്രി ലെവൽ സാലറി ഇപ്പോൾ ഇന്ത്യയിൽ 4 to 10 lakhs ആണ്. പിന്നെ IIT ആണെന്ന് കുറച്ചും കൂടി കൂടുതലാണ്, കാരണം മറ്റുള്ള മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കാരണം. പിന്നെ ഉപരിപഠന സാധ്യത, ഹയർ സ്റ്റഡീസിന്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉള്ളത്? ഇപ്പൊ നേവൽ ആർക്കിടെക്ചർ ഇനി ഷിപ്പ് ബിൽഡിങ്ങിൽ തന്നെ പോകണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ സ്റ്റഡീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നേവൽ ഓഷ്യൻ എഞ്ചിനീയറിംഗിൽ. അതുപോലെ തന്നെ ഓഫ് ഷോർ സ്ട്രക്ചറൽ ഡിസൈനിൽ ഈ മേഖലകളിലൊക്കെ എന്തുണ്ട്, നേവൽ ആർക്കിടെക്ചർ കഴിഞ്ഞ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രഡ്ജേഴ്സ്, ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലയിലും എന്തുണ്ട്, ഹയർ സ്റ്റഡീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ യൂറോപ്യൻ കൺട്രീസിൽ എന്തുണ്ട്, ഒരുപാട് ഈ ഷിപ്പ് ബിൽഡിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കോളേജസ് ഉണ്ട്. ഇപ്പോൾ TU ഡെൽഫ്റ്റ് പോലത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഡിവിഷൻ ഓഫ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഡിവിഷൻ ഓഫ് പ്രോജക്ട്സും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ PhD ഇതുപോലെ തന്നെ നമുക്ക് താല്പര്യമുള്ള ഹൈഡ്രോഡൈനാമിക്സിലും അതുപോലെ തന്നെ ഓഫ് ഷോർ സ്ട്രക്ചറൽ ഡിസൈനിലൊക്കെ PhD ചെയ്യാനുള്ള അവസരവും കുട്ടികൾക്കുണ്ട്. മേജർലി ഏതൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ നേവൽ ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള MS ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ PhD ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ഇപ്പോൾ US-ലാണെന്നുണ്ടെങ്കിൽ MIT ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ ഉണ്ട്. ഇവിടെയൊക്കെ നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മറൈൻ ഡിസൈനുമായിട്ടുള്ള കോഴ്സുകളിൽ MS ഉണ്ട്, അതുപോലെ തന്നെ PhD ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പിന്നെ UK-ലാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടൺ. പിന്നെ ഏഷ്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യോക്കോഹോമ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. ഇവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിന് പുറമെ നേരത്തെ പറഞ്ഞ പോലെ റോട്ടർഡാം ബേസ്ഡ് ആയിട്ടുള്ള TU ഡെൽഫ്റ്റിലുണ്ട്, അതുപോലെ തന്നെ നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ സ്കാൻഡിനേവിയൻ കൺട്രീസിലും ഒരുപാട്
ഓപ്പർച്യൂണിറ്റീസ് ഹയർ സ്റ്റഡീസിന് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗിനുണ്ട്. പിന്നെ ആരൊക്കെയാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്? ഇപ്പോൾ ആരൊക്കെയാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സുകൾ ആരൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഒന്നാമത് ബേസിക്കലി എല്ലാം പറയുന്നത് പോലെ തന്നെ ഫിസിക്സിനോടും മാത്സിനോടും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കോഴ്സുകൾ, അതായത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ ഭൂരിഭാഗം കോഴ്സുകൾക്കും പറയുന്ന പോലെ തന്നെ മാത്സിലും ഫിസിക്സിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഫിസിക്സ് പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ മെക്കാനിക്സിലും അതുപോലെ തന്നെ ഡൈനാമിക്സിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാർ ഈ കോഴ്സിന് എന്ത് ചെയ്യണം, ഈ കോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ ഷിപ്സും അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെ, എയറോസ്പേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മേ ബി എയറോസ്പേസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഈ കോഴ്സ് എന്തായാലും ഒരു ഓപ്ഷനായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡിസൈനിങ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഒരുപാട് എന്തുണ്ട്, ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഷിപ്പിന്റെ അതേപോലെ തന്നെ മറ്റുള്ള ഓഫ് ഷോർ സ്ട്രക്ചേഴ്സിന്റെ എല്ലാം ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ ഡിസൈനിങ് താല്പര്യമുള്ള ആൾക്കാർ, അതായത് ഡിസൈനിങ് താല്പര്യമുള്ള ആൾക്കാർക്കും ഈ കോഴ്സിന് ഒരു മുൻഗണന കൊടുക്കാവുന്നതാണ്. പിന്നെ എല്ലാം പറയുന്ന പോലെ അനലിറ്റിക്കൽ ആവണം, കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഒരുപാട് വേണം, മാത്സിന് ഒരുപാട് ഇഷ്ടപ്പെടണം. അങ്ങനത്തെ ആൾക്കാർക്കാണ് എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലും you can perform better. If you have good knowledge of maths and physics, you can perform better. അപ്പോൾ ഇത്രയാണ് ഒരു വളരെ ഷോർട്ടായ രൂപത്തിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗിൻ്റെ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമിൽ നിന്ന് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇനി അതല്ല, ആർക്കെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ XNY ലേണിങ്ങിൻ്റെ കോണ്ടാക്റ്റിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്.